ഇന്ന് നമുക്ക് ഓണസദ്യയിലെ അടുത്ത വിഭവം രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് കാണാം. അതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ എന്ന് നമുക്ക് കാണാൻ പോയിട്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കാണാം. ഓല ഇന്നലെ ഞാൻ ഉണ്ടാക്കിയിരുന്നു, എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണു. അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. വേണ്ട സാധനങ്ങളാണ് ഇത്. ഹോൾ മല്ലിയാണ് ഇത്. പൊടിയല്ല കേട്ടോ, അത് കഴുകി ഉണക്കി വെച്ചതാണ് ഞാന്. പിന്നെ കുരുമുളക് വേണം, പൊടിയല്ല ഇത്, കുരുമുളക് തന്നെയാണ്, ഇത് കഴുകി വെച്ചതാണ്. പിന്നെ ജീരകം വേണം കുറച്ച്, ഒരു കൈപ്പിടി മതി കേട്ടോ. പിന്നെ വെളുത്തുള്ളി വേണം, ചെറിയൊരു കുടം വെളുത്തുള്ളി ആയിരുന്നു, അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് കറിവേപ്പിന്റെ ഇല വേണം, ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് പറിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് തക്കാളി ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ 1 മതി കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് കാണാം. ഈ എല്ലാ സാധനങ്ങളോടെയും മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, വല്ലാണ്ട് അരയണ്ട. അങ്ങനെ ചതച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. എന്നിട്ട് നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ കരിവേപ്പിൻ്റെ ഇലയും കടുകും കരിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ സദ്യക്ക് വേണമെങ്കിൽ രസം ഉണ്ടാക്കുന്ന സമയത്ത് പരിപ്പിടും. ഇവിടെ ആർക്കും പരിപ്പ് അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. കുറച്ച് പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കൊഴുപ്പുണ്ടാവും രസത്തിന്, അത് ഇട്ടിട്ടില്ല. അങ്ങനെ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തു. അതിലേക്ക് നമ്മൾ തക്കാളി അങ്ങനെ ഇടാം, ഞാൻ ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇട്ടു. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിൻ്റെ പിഴിഞ്ഞെടുത്ത വെള്ളമാണ്, അതും ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ അത്ര വെള്ളം കൂടി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിള വരുന്ന വരെ വെച്ചു. ഞാൻ അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ടിരുന്നു കേട്ടോ, അത് മറന്നുപോയി എടുക്കാൻ, വീഡിയോയിൽ വിട്ടുപോയതാണ്. ലാസ്റ്റ് കുറച്ച് ശർക്കര ഇട്ട് കഴിഞ്ഞാൽ രസത്തിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മല്ലീൻ്റെ ഇലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രസം റെഡിയായി കേട്ടോ. രസം റെഡിയായി, നല്ല നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഞാൻ പോയി ചോറുണ്ടാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.